ഹലോ ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണ്. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തേർഡ് ട്രൈമസ്റ്ററിനെ കുറിച്ചാണ്. ഫസ്റ്റും സെക്കൻഡും ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം തേർഡ് ട്രൈമസ്റ്ററിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ തേർഡ് ട്രൈമസ്റ്ററിൽ എനിക്കങ്ങനെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഫസ്റ്റും സെക്കൻഡും കടന്നു പോയതുപോലെ തന്നെയാണ് എൻ്റെ തേർഡ് ട്രൈമസ്റ്ററും കടന്നു പോയത്. ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഞാൻ ബ്യൂട്ടീഷ്യനാണ്. ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് വരെയും ഞാൻ ജോലിക്ക് പോയിരുന്നു. 28 മുതൽ 40 വരെയുള്ള കാലഘട്ടമാണ് നമ്മുടെ ലാസ്റ്റ് പീരീഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മൾ ഫസ്റ്റും ലാസ്റ്റും നമ്മൾ കെയർ ചെയ്യണം, സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. ആ ഒരു ടൈമിൽ നമ്മൾ ഈ വിളിച്ചുകൊണ്ട് പോകുന്ന ചടങ്ങ്, വളകാപ്പ് ചടങ്ങ്, ബേബി ഷവറൊക്കെ ആ ഒരു ടൈമിലാണ് നടക്കുന്നത്. ഈ ഒരു ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ ഹോസ്പിറ്റൽ ചെക്കപ്പ് വീക്കിലി വൺസ് ആക്കും. വീക്കിലി വൺസ് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ എന്തെങ്കിലും ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, അതായത് ഷുഗർ, പിന്നെ BP അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്ത് അതിൻ്റെ റിസൾട്ടും കൊണ്ട് വേണം നമുക്ക് പോകാനായിട്ട്. എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു. ഷുഗറും തൈറോയിഡും TSH എനിക്ക് കുറവായിരുന്നു. അപ്പോൾ TSH എനിക്ക് നോക്കണ്ടായിരുന്നു. പിന്നെ അത് മന്ത്ലി വൺസ് നോക്കിയാൽ മതി. ഷുഗർ പക്ഷേങ്കിൽ വീക്കിലി വൺസ് അവർ ചെക്ക് ചെയ്തുകൊണ്ട് റിസൾട്ടും കൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറിനെ കാണാൻ പോകുമ്പോൾ പിന്നെ ഷുഗർ ഫാസ്റ്റിങ്ങിലും അല്ലാതെ ചെക്ക് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കൊണ്ടായിരുന്നു കാണാനായിട്ട് പോകുന്നത്. ഫസ്റ്റും സെക്കൻഡും നമ്മൾ എത്രത്തോളം വെള്ളം കുടിക്കുന്നുണ്ട് അത്രത്തോളം തന്നെ ലാസ്റ്റ് പീരീഡിൽ നമ്മൾ കുടിക്കണം. ഇപ്പം ആ ഒരു സ്കാനിങ്ങിൻ്റെ ടൈമിൽ നമ്മുടെ യൂട്രസിനകത്ത് മറ്റേ ഫ്ലൂയിഡ് കുറവുണ്ടോ അല്ലെങ്കിൽ കൂടുതലാണോ എല്ലാം പ്രശ്നമാണ്. കുറഞ്ഞാൽ കുഴപ്പം, കൂടിയാൽ കുഴപ്പം. ഒരു നോർമൽ റേഞ്ചിൽ പോയാലേ പറ്റത്തുള്ളൂ. അപ്പം കുറവുള്ള ആൾക്കാരോട് ഡോക്ടേഴ്സ് എല്ലാം പറയുന്നത് മറ്റേ കരിക്ക് കുടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും വീക്കിലി വൺസ് ഈ ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ തൊട്ടേ വീക്കിലി വൺസ് ഞാൻ ഒരു കരിക്ക് കുടിക്കുമായിരുന്നു. ഞാൻ ഒന്നിൽ കൂടുതൽ കുടിച്ചാലേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഫ്ലൂയിഡിൻ്റെ കാര്യത്തിൽ യാതൊരു വിഷയവും വന്നിട്ടില്ല. എനിക്കെല്ലാം കറക്റ്റ് തന്നെയായിരുന്നു. ഫ്ലൂയിഡ് കാര്യങ്ങളെല്ലാം കറക്റ്റ് തന്നെയായിരുന്നു. അപ്പം എൻ്റെ ലാസ്റ്റ് സ്കാനിങ് ചെയ്തത് 34 വീക്കിലായിരുന്നു. അതായത് 8ാം മാസത്തിലായിരുന്നു എൻ്റെ സ്കാനിങ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. എല്ലാം കുഞ്ഞാണെങ്കിലും സെഫാലിക് പൊസിഷനായിട്ട് കണ്ടത്. മറ്റേ സ്കാനിങ്ങിൽ കണ്ടില്ലായിരുന്നു. ഈ ലാസ്റ്റ് സ്കാനിങ്ങിനകത്താണ് സെഫാലിക് ആണെന്ന് മെൻഷൻ ചെയ്തിരുന്നത്. അപ്പം അങ്ങനെ പൊസിഷൻ്റെ കാര്യമാണെങ്കിലും കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കും, ഫുഡ് കഴിക്കും, ഫ്രൂട്ട്സ് കഴിക്കും, എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. ഫുഡിൻ്റെ കാര്യത്തിലൊന്നും ഞാനൊരു കോംപ്രമൈസും കാണിച്ചിട്ടില്ല. കാരണം ഫസ്റ്റ് ബേബി അല്ലേ, അപ്പോൾ കുഴപ്പങ്ങളൊന്നും കൂടാണ്ട് തന്നെ നല്ല രീതിയിൽ കിട്ടണമെന്ന് ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഫുഡെല്ലാം പ്രോപ്പറായിട്ട് ഞാൻ കഴിച്ചിരുന്നു. പിന്നെ ഈ കൊതി വരുമ്പോൾ അല്പം എന്തെങ്കിലും മധുരമുള്ള സാധനങ്ങൾ കഴിക്കും, അത്രയേ ഉള്ളൂ. അല്ല ഞാൻ വേറൊന്നും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റും സെക്കൻഡും കടന്നു പോയി തന്നെ എൻ്റെ തേർഡും കടന്നു പോയി. അതായത് എൻ്റെ ഡെലിവറി നടന്നത് 39 വീക്കിലാണ്. അതായത് എന്നോട് ഡോക്ടർ പറഞ്ഞത് ഏപ്രിൽ 1 അഡ്മിറ്റ് ആവാനെ കൊണ്ടാണ് പറഞ്ഞത്. അതുവരെ അതിന് മുമ്പ് എന്തെങ്കിലും വേദന കാര്യങ്ങൾ, ഫ്ലൂയിഡ് പൊട്ടുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വരിക, അതിൽ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഏപ്രിൽ 1 അഡ്മിറ്റ് ആവുക എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ മാർച്ച് 13 വരെ ഞാൻ ജോലിക്ക് പോയിരുന്നു. 31 പിന്നെ ഇതാണ് സാറ്റർഡേ വരെ ഞാൻ ജോലിക്ക് പോയായിരുന്നു. അങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ആ ഒരു ലാസ്റ്റ് സമയമൊക്കെ ആകുമ്പം, കാരണം നമ്മുടെ വയറ്റിനകത്ത് നല്ല വെയിറ്റ് അനുഭവപ്പെടും. കാരണം കുഞ്ഞിൻ്റെ വെയിറ്റും നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ താഴോട്ട് നമ്മുടെ യൂട്രസ് ഇങ്ങനെ താഴുന്ന പോലെ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും. അല്ലാതെ എനിക്ക് ബുദ്ധിമുട്ട്, കാരണം ഞാൻ എൻ്റെ വീട് പത്തനംതിട്ടയാണ്. പത്തനംതിട്ട സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് എനിക്കൊരു 10-15 മിനിറ്റ് നടക്കാനെ കൊണ്ടുണ്ട് എനിക്ക് ജോലിക്ക് പോകുന്ന സ്ഥലത്തോട്ട്. അപ്പം ഈ ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററും തേർഡ് ട്രൈമസ്റ്ററും ഞാൻ ഇത്രയും നടക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് അങ്ങോട്ട്, 15 അല്ലെങ്കിലേ ഉള്ളൂ, 15-20 മിനിറ്റോളം നടക്കാനെ കൊണ്ടുണ്ട്. അങ്ങോട്ട് നടക്കുന്നുണ്ട്, ഇങ്ങോട്ട് നടക്കുന്നുണ്ട്. അപ്പം എനിക്ക് അത്രയ്ക്കുള്ള എക്സസൈസ് എനിക്ക് കിട്ടുന്നുണ്ട്. അല്ലാതെ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊന്നും വീട്ടിലൊന്നും എക്സസൈസ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പം
ഈ ലാസ്റ്റ് ടൈമിലൊക്കെ ഒരു 34 വീക്കൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വെയിറ്റ് അനുഭവപ്പെടുമായിരുന്നു. അതിന് മുമ്പ് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കുറച്ച് വെയിറ്റ് അനുഭവപ്പെടുന്നു. എന്നാലും ഞാൻ പതുക്കെയാണ് നടക്കുന്നത്. ഒത്തിരി സ്പീഡിലൊന്നും നടക്കാനൊന്നും പറ്റത്തില്ല, നടക്കരുത്. എൻ്റെ ബോഡി വെയിറ്റ് ആണെങ്കിലും എനിക്ക് ഓവറായിട്ട് വണ്ണം കാര്യങ്ങളൊന്നും വെച്ചിരുന്നില്ല. ഞാൻ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് എനിക്ക് 53 ആണ് എൻ്റെ വെയിറ്റ് ഉണ്ടായിരുന്നത്. എൻ്റെ ഡെലിവറി കഴിയുന്ന സമയത്ത് എനിക്ക് ഡെലിവറി ടൈമിൽ എനിക്ക് 67 ആണ്. അപ്പോൾ നോർമലി നമ്മുടെ വെയിറ്റിനകത്തുനിന്നൊരു 10 to 15 kg നമുക്ക് ഗെയിൻ ആയാലും കുഴപ്പമൊന്നുമില്ല. അതിന് മുകളിലോട്ട് പോരുന്നേ ഉള്ളൂ. എൻ്റെ എൻ്റെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് എനിക്ക് കറക്റ്റായിരുന്നു. അങ്ങനെ ഓവറായിട്ടുള്ള വെയിറ്റ് കാര്യങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനൊക്കെയുള്ളത് വെറുതെ ഒരു മൂല പിരിക്കരുത്. കാരണം നമുക്ക് ക്ഷീണം കാണും, ബുദ്ധിമുട്ട്, ചിലർക്ക് നല്ല വോമിറ്റിങ് കാര്യങ്ങൾ, ശരീരത്തിന് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേങ്കിൽ നമ്മൾ അതും പറഞ്ഞിട്ട് ഒരു മൂലയ്ക്ക് ഇരിക്കരുത്. തടി വയ്ക്കുക, ഒത്തിരി ഓവറായിട്ടുള്ള വെയിറ്റ് ഒന്നും നിങ്ങൾ കൂട്ടരുത്. കാരണം അതൊക്കെ നമ്മുടെ നോർമൽ ഡെലിവറിക്ക് പ്രശ്നം ഉണ്ടാക്കും. ഇപ്പം സെഫാലിക് പൊസിഷനിലുള്ള, അതായത് കുഞ്ഞ് തല കീഴായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് നോർമലാണ് ഒരു 80% നമുക്ക് നോർമൽ നടക്കും. അല്ലാതെ ഈ ഷുഗറിൻ്റെ പ്രശ്നമുള്ളവർക്ക്, അല്ലാത്തുള്ള ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെയാണ് സി സെക്ഷൻ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് ഓവറായിട്ടുള്ള വെയിറ്റും കൂടെ കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും, നോർമൽ ആവാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് ഷുഗർ ഉള്ളത് കൊണ്ട് കുറച്ച് റിസ്ക് ആയിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പം അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ഇടാം. കാരണം 1-ാം തീയതി ഞാൻ പത്തനംതിട്ട ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനെ കൊണ്ട് ചെന്നു. അവിടെ അത് കഴിഞ്ഞിട്ട് സംഭവിച്ച കാര്യങ്ങളെല്ലാം സംഭവബഹുലമായ ഒരു സംഭവങ്ങളായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് ഞാനൊരു വേറൊരു വീഡിയോ ഇടാം. ഇതിപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതോട് വരെ, അതായത് April 1 വരെ നടന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞുള്ള എൻ്റെ ഒരു ഡെലിവറി, ആ 1-ാം തീയതി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും എൻ്റെ ഡെലിവറി ഡേയിലെ കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആക്കിയിടാം. കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതോടെ പറഞ്ഞേക്കാം. പിന്നെ അപ്പം എനിക്ക് പറയാനൊക്കെയുള്ളൂ, നിങ്ങൾ വെറുതെ ഇരിക്കരുത്. മാക്സിമം നിങ്ങൾ നടക്കുക. നിങ്ങൾക്ക് മറ്റുള്ള എക്സസൈസ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നല്ല രീതിയിൽ നടക്കുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ഇപ്പം ഫ്ലൂയിഡ് കുറവുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2-3 കരിക്കൊക്കെ കുടിക്കുക. കരിക്ക് കുടിക്കുന്നത് ഭയങ്കര നല്ലതാണ്. പിന്നെ നമ്മൾ ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വൈറ്റമിൻ ടാബ്ലറ്റ്സ്, അതുപോലെ തന്നെ ലാസ്റ്റ് വരെ, ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ കാൽസ്യം അയണൊക്കെ കഴിക്കേണ്ടതുണ്ട്. അപ്പം അതിനതൊരു ഇതും വരുത്താതെ നിങ്ങൾ നല്ല രീതിയിൽ മറക്കാണ്ട് കാര്യങ്ങൾ, കാൽസ്യം അയണും ഫോളിക്കൊക്കെ നല്ല രീതിയിൽ കഴിക്കുക. ഫുഡ് നല്ല രീതിയിൽ കഴിക്കുക. അതുപോലെ ഫ്രൂട്ട്സ് ആണെങ്കിലും വെള്ളമാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ഹെൽത്ത് നല്ല രീതിയിൽ നോക്കുക. അതുപോലെ BP ഉള്ളവരൊക്കെ കുറച്ചൊന്ന് കാമായിട്ടിരിക്കാനെ കൊണ്ട് ശ്രമിക്കുക. ഷുഗർ ഉള്ളവർ പരമാവധി ഷുഗർ കുറയ്ക്കാനെ കൊണ്ട് നോക്കുക. പിന്നെ എല്ലാത്തിനും മെഡിസിൻ ഉണ്ടല്ലോ, ഡോക്ടർ പറയുന്നത് അതേപോലെ തന്നെ ഫോളോ ചെയ്യുക. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇപ്പം പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്കെല്ലാം എൻ്റെ എല്ലാവിധ ആശംസകളും. അപ്പം എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ നല്ല നോർമൽ ഡെലിവറി തന്നെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അപ്പം എൻ്റെ ഒരു ലാസ്റ്റ് ട്രൈമസ്റ്റർ എക്സ്പീരിയൻസ് ഇതാണ്. ഞാനങ്ങനെ ചുമ്മാതെ ഇരുന്നിട്ടേ ഇല്ല. ഫസ്റ്റും സെക്കൻഡും തേർഡും എല്ലാം ഞാൻ ബിസിയായിരുന്നു, ഫുൾ ബിസിയായിരുന്നു. അപ്പം ഇത്രയാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഫസ്റ്റും സെക്കൻഡും കണ്ടവരൊക്കെ തേർഡും കാണുക. അപ്പം ഓക്കെ, ബൈ ബൈ, താങ്ക് യു.